കടകംപള്ളി മാധ്യമങ്ങളോട്. ഒന്ന് സമാധാനം ചോദിക്കുക. നിങ്ങൾ ഇനി ഞാൻ സമാധാനം ചോദിക്കുമെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അതായിരിക്കും എടുത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്, അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? ആ സമയത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ കടകംപള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊരു ചോദ്യം ചെയ്യലല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ SIT നേതൃസംഘം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഒപ്പം തന്നെ PS പ്രശാന്തിനെയും ഇതിൽ പത്മകുമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങയിലേക്ക് എത്തിയതെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അദ്ദേഹം കാറിൽ കയറി പോവുകയായിരുന്നു. റോഷിപാലുണ്ട്. റോഷിപാൽ, ഏറ്റവും നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു SIT എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോറ്റിയുമായുള്ള മറ്റു ബന്ധങ്ങൾ, അതും കൂടി കടകംപള്ളിയെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങളല്ലേ റോഷിപാൽ? സ്മൃതി, അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്ന വാദം, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന തനിക്ക് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തീരുമാനങ്ങൾ, അവിടെ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പങ്കുമില്ല, അവിടെയുള്ള ഒരു കാര്യങ്ങളിലും താൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഇടപെടില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര അധികാരമുള്ള ഒരു കമ്മിറ്റിയാണ്, ആ സമിതിയിൽ തനിക്ക് ഇടപെടാൻ കഴിയില്ല. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഇടനിലക്കാരനെന്ന് അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്ന ഈ പോറ്റിയുമായി ഉള്ള ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധമാണ് അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന് കാരണം. ശബരിമല പരിസരത്ത്, ശബരിമല സന്നിധാനത്തടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയേറെ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകാൻ, എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് അഴിച്ചു കൊണ്ടുപോകാൻ ആരൊക്കെയാണ് സൗകര്യം നൽകിയത്? ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം അത് ചെയ്യാൻ കഴിയില്ലെന്ന് അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ ബോധ്യമായതാണ്. ഭരണസമിതിക്ക് അപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കാളിത്തം, ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണസമിതിക്കോ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പലവട്ടം പലയിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായി അന്വേഷണ സംഘത്തിന് ശരി റോഷിപാൽ.